പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നടാൻ പോകുന്നത് ഒരു ഏത്തവാഴക്കന്നാണ്. ഇവിടെ കുറച്ച് വാഴയും മരച്ചീനിയൊക്കെ നട്ടിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് കുഴികൾ എടുത്തിട്ടിരുന്നു. ചേമ്പ് നടാനായിട്ടാണ് ആ കുഴികളൊക്കെ എടുത്തിട്ടിരുന്നത്. ഇപ്പം ഉണക്ക് സമയമായതുകൊണ്ട് മഴ പെയ്തിട്ട് നടാമെന്നാണ് കരുതിയിട്ടാണ് ആ കുഴികളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുഴി നമ്മളിവിടെ വൃത്തിയാക്കി എടുത്തിട്ടാണ് അതിനകത്ത് ഈ വാഴക്കന്ന് നടാൻ പോകുന്നത്. അപ്പോൾ ആ വാഴക്കന്നിൻ്റെ മുകൾ ഭാഗം കുറച്ച് വെട്ടിക്കളഞ്ഞിട്ടാണ് മണ്ണിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വളം എടുത്തിട്ടുണ്ട്. വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ചാണകവും കൂടി പൊടിച്ച വളമാണ് ഇത് ആ കുഴിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ ആ എടുത്തിട്ടുള്ള വളത്തിൻ്റെ ഒരു അരഭാഗം വളം നമ്മൾ ചേർത്തിട്ടുള്ളൂ, ബാക്കി മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് അത്രയും അടിവളം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് ഇതൊരു വളർന്നു വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും മണ്ണ് ആവശ്യമുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ വളമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രമേ ഇപ്പം നമ്മൾ അടിവളമായിട്ടിത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണെല്ലാം നീക്കിയിട്ടിട്ടൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് ചുറ്റിനുമായിട്ട് കുറച്ച് ഉണക്ക കരിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂട് സമയമായതുകൊണ്ട് അത് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുറ്റിനുമായിട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു കുത്തി ഒഴിക്കാത്ത രീതിയിൽ ചെറിയ രീതിയിലൊന്ന് നനച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനടുത്തൊക്കെ ആയിട്ട് തന്നെ കുറേ വാഴയും അതുപോലെ ചീനിയൊക്കെ നട്ടിരുന്നു. അതിനൊക്കെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കപ്പവാഴയാണ് ഈ നട്ടിട്ടുള്ളത്. പിന്നെ ഇത് മരച്ചീനിയാണ്. മരച്ചീനിയൊക്കെ ഇപ്പം നമ്മൾ നട്ടിട്ടേ ഉള്ളൂ, കിളിർത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മുളക് തൈ കൂടി ചട്ടിയിലാക്കി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈകൾ നടുന്നതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.